ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് കുറച്ച് മെറ്റീരിയൽസ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു അൺബോക്സിങ്ങും അത് വെച്ചിട്ട് ഞാൻ ചെയ്യുന്ന ഒരു 2 മാലയാണ് കാണിക്കുന്നത്. അപ്പോൾ മാലയൊക്കെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതൊരു കിറ്റാണ്. മാല, ബ്രേസ്ലെറ്റ്, അതേപോലെ ഹെയർ ബാൻഡൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു കിറ്റാണ്. അപ്പോൾ നമുക്ക് ഈ കിറ്റിൽ എന്തൊക്കെയാണോ ഉള്ളതെന്നൊന്ന് ജസ്റ്റ് നോക്കിയിട്ട് വരാം. അപ്പോൾ ഞാൻ കുറച്ച് സ്പീഡ് ഇട്ടിട്ടാണ് കേട്ടോ വീഡിയോ ചെയ്തിരിക്കുന്നത്. കാരണം ഇതൊക്കെ ഭയങ്കര ലെങ്ത്തിൽ കാണിച്ചാൽ നിങ്ങൾക്ക് ബോറടിക്കും. അപ്പോൾ ജസ്റ്റ് നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്താമെന്ന് മാത്രമേ ഉള്ളൂ. ഇനി ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് എന്തൊക്കെ വേണം, എങ്ങനത്തെ ബീഡാന്നുള്ളതൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഞാനത് കാണിച്ചു തരാം. ഇപ്പോൾ ഇതിൽ അതുപോലത്തെ ബീഡ്സ് ഉണ്ട്. പിന്നെ നമുക്കത് പാക്ക് ചെയ്ത് കൊടുക്കാനുള്ള കവറുണ്ട്. ബ്രേസ്ലെറ്റ്, മാല, ഹെയർ ബാൻഡൊക്കെ കൂടി വെക്കാനുള്ള കവറുണ്ട്. അപ്പോൾ ബീഡ്സൊക്കെ 3 ടൈപ്പ് ഉണ്ട്. ആ 3 ടൈപ്പിൽ 3 കളർ വെച്ചിട്ടുണ്ട്. ഇതുപോലത്തെ 3 പിന്നെ ബീഡ്, പിന്നെ വൈറ്റ് നമുക്ക് ഹെയർ ബാൻഡ്, മാലയുടെയൊക്കെ ബാക്കിലൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഈ ടൈപ്പ് ബീഡ് 3 കളറുണ്ട്. പിന്നെ ഇത് സ്പേസറാണ്, നമുക്ക് ഇടയിൽ ഇട്ട് കൊടുക്കാൻ. പിന്നെ അതിൻ്റെ 2 ഉണ്ട്. പിന്നെ ഒരു ക്രിസ്റ്റൽ ബീഡ്, ആ സ്പേസറിൽ 2 ഉണ്ട്. ബീഡ്സ് വെച്ചിട്ടുള്ളതും ഉണ്ട്. പിന്നെ ഇതുപോലത്തെ ചെറിയ നമ്മുടെ ഷുഗർ ബീഡ് വൈറ്റ് ഉണ്ട്. അടുത്തത് ആ ഒരു കിറ്റ് നമുക്ക് മാല, ഹെയർ ബാൻഡ്, ബ്രേസ്ലെറ്റ് അത് ഒരുമിച്ച് ചെയ്യാനുള്ള കിറ്റാണ്. ഇത് മാല മാത്രം ചെയ്യാനുള്ളതാണ്. പിന്നെ ഇതിൽ വന്നിട്ട് ഇതുപോലത്തെ ബീഡ്സാണ് കേട്ടോ. കളർ ചേഞ്ച് ഉള്ള ബീഡുകളാണ്. 3-4 കളറുണ്ട്. പിന്നെ ഇതിലും ഷുഗർ ബീഡ് ഉണ്ട്, നമുക്ക് മാലയുടെ ബാക്കിൽ കൊടുക്കാനായിട്ട്. പിന്നെ 2 കിറ്റിലും നമുക്ക് മാല ചെയ്യാനുള്ള ആ ഒരു പിരി ഉണ്ട് ഇതുപോലത്തെ. പിന്നെ അതുപോലെ തന്നെ ഫിഷിംഗ് ത്രെഡും 2 കിറ്റിലും ഉണ്ട്. പിന്നെ ഞാൻ A4ൻ്റെ ഒരു ഫെൽറ്റ് ഷീറ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാൻ സെപ്പറേറ്റ് വാങ്ങിച്ചതാണ്, കിറ്റിലുള്ളതല്ല. അപ്പോൾ നമുക്ക് ഈ ഒരു കിറ്റ് വെച്ചിട്ടുള്ള മാല ചെയ്യാം. ആദ്യം ഞാൻ ഈ ഒരു ബീഡ്സ് വെച്ചിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. അത് റൗണ്ട് ഷേപ്പിലുള്ള 2 ബീഡും പിന്നെ ഒരു ഓവൽ ഷേപ്പിലുള്ള ബീഡും എടുത്തിട്ടാണ്. ആദ്യം നമുക്ക് ഫിഷിംഗ് ത്രെഡ് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ട് നമ്മൾ പിരിയിട്ടിട്ട് ജസ്റ്റ് കെട്ടിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ മാലയൊക്കെ ചെയ്യാൻ എല്ലാവർക്കും ഇപ്പോൾ അറിയുന്നുണ്ടാവും. ഞാൻ ഇതിന് മുമ്പും ഒരുപാട് വീഡിയോസിൽ കാണിച്ച് തന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കുറച്ച് സ്പീഡ് ഇട്ട് കൊടുക്കുന്നത് വീഡിയോയ്ക്ക്. അപ്പോൾ ഈ ഒരു കിറ്റ് വെച്ചിട്ട് ഇന്ന് കുറച്ച് ഐറ്റംസ് ചെയ്യാനുണ്ടായിരുന്നു ഓർഡർ. അപ്പോൾ അതിൻ്റെ തിരക്കിലാണ്, വീഡിയോ വേറെ എടുക്കാൻ പറ്റില്ല. അപ്പോൾ എന്നാൽ ഈ ഒരു 2 മാല അതിൽ ഞാൻ ജസ്റ്റ് വീഡിയോ എടുത്തുന്നേ ഉള്ളൂ കേട്ടോ. പിന്നെ ബ്രേസ്ലെറ്റ്, അതുപോലെ നമുക്ക് മാച്ചിന് ഹെയർ ബാൻഡും ബ്രേസ്ലെറ്റും മാലയായിട്ടൊക്കെ ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ തിരക്കിലാണ്. അപ്പോൾ വരുന്ന ദിവസങ്ങളിലൊക്കെ ഞാൻ ചെയ്ത ഐറ്റംസിൻ്റെയൊക്കെ വീഡിയോ നമ്മൾ വീഡിയോടൊപ്പം ആഡ് ചെയ്യാം കേട്ടോ. ഫുള്ളായിട്ടല്ലെങ്കിലും ചെറിയ രീതിയിലൊക്കെ ഞാൻ കാണിച്ചു തരാം. കാരണം എളുപ്പമാണ് ഇതൊക്കെ ചെയ്യാനായിട്ടത്. അപ്പോൾ ഇനി നമ്മൾ ആദ്യം ഷുഗർ ബീഡ് കുറച്ച് ബീഡ് കോർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എത്ര മാലയ്ക്ക് ലെങ്ത്ത് വേണമെന്നൊക്കെ വെച്ചാൽ അതിനൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കോർക്കാം. ഞാനിവിടെ ഒരു 30-35 ബീഡ്സോളം കോർത്ത് കൊടുത്തിട്ടുണ്ട്. ഷുഗർ ബീഡ് ആയ കാരണമാണ് അത്ര എണ്ണം കോർത്തത്. അപ്പോൾ നമുക്കത് എത്ര എണ്ണം എന്നൊന്നും പറയാൻ പറ്റില്ല. നിങ്ങൾക്ക് മാലയ്ക്ക് എത്ര ലെങ്ത്ത് വേണം എന്നുള്ളതൊക്കെ നോക്കിയിട്ട് നമ്മൾ ചെയ്യുക. അപ്പോൾ ഒരു റഫായിട്ട് ഒരു പ്രാവശ്യം ചെയ്ത് നോക്കുക. ആദ്യമായിട്ട് ചെയ്യുന്നവരൊക്കെ ഒന്ന് റഫായിട്ട് ചെയ്ത് നോക്കുക. അതിന് ശേഷം ലാസ്റ്റിൽ എൻഡിൽ ലോക്ക് ചെയ്താൽ മതി. ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കിയിട്ട് ലെങ്ത്ത് എന്തോരം ഉണ്ടെന്ന് നോക്കിയതിന് ശേഷം ലാസ്റ്റ് നമ്മൾ അതൊന്ന് കെട്ടിട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ ഇതിങ്ങനെ നമ്മുടെ ഷുഗർ ബീഡ് കോർത്ത് കഴിഞ്ഞപ്പോൾ ആ ഓവൽ ഷേപ്പിലുള്ള ബീഡിൻ്റെ ഇടയിൽ ഓരോ ഷുഗർ ബീഡ് ഇട്ടിട്ട് അതൊരു 6 എണ്ണം കോർത്തു. പിന്നെ അത് റൗണ്ട് ഷേപ്പിലുള്ള വലുതല്ല, ചെറുതൊരു 3 എണ്ണം കോർത്തു. അതിൻ്റെ ഇടയിലും ഷുഗർ ബീഡ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ സെൻറ്ററിൽ വരുന്ന രീതിയിൽ 2 വലിയ റൗണ്ട് ബീഡ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ വലിയ റൗണ്ട് ബീഡിൻ്റെ ഉള്ളിലും ഞാനൊരു ഷുഗർ ബീഡ് ഇട്ട് കൊടുക്കുന്നുണ്ട്. കാരണം അതിങ്ങനെ റൗണ്ട് ചെയ്തിരിക്കുമ്പോൾ അല്ലെങ്കിൽ അതിൻ്റെ ത്രെഡ് കാണും ഷുഗർ ബീഡ് ഇട്ടില്ല എന്നുണ്ടെങ്കിൽ. ഈ ഒരു രീതിയിലാണ് ചെയ്യുന്നത്. പിന്നെ അത് നമ്മൾ അടുത്ത ഭാഗം അതേപോലെ തന്നെ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ 2-3 മാല ചെയ്തിട്ട് അതിൻ്റെ സ്റ്റാറ്റസ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ട് ഓർഡർ തന്നതാണ്. അപ്പോൾ ആ ഒരു രീതിയിൽ തന്നെ നമ്മൾ ചെയ്ത് കൊടുക്കണമല്ലോ. അപ്പോൾ അത് ഈ ഫുള്ളായിട്ട് നമ്മൾ ബീഡ്സ് കോർത്തിട്ടുണ്ട്. ഷുഗർ ബീഡും ബാക്കിൽ നമ്മൾ ഫസ്റ്റിൽ എത്ര എണ്ണം കോർത്തോ അത്രയും തന്നെ ഷുഗർ ബീഡും കോർത്തു. പിരിയിട്ടിട്ട് നമ്മൾ കെട്ടിട്ട് കൊടുക്കുക. ഫസ്റ്റിൽ നമ്മൾ എങ്ങനെയാണോ കെട്ടിട്ട് അതേപോലെ തന്നെ കെട്ടിട്ട് കൊടുക്കുക. ഇതുപോലെ ഒന്ന് വലിച്ചിട്ട് ഇതുപോലെ ഒരു കെട്ടിട അതിൻ്റെ ഉള്ളിൽ കൂടെ വീണ്ടും കോർത്തിട്ട് വലിച്ചു കൊടുക്കുക. അതുപോലെ 2 കെട്ടിട്ടിട്ട് വലിച്ചു കൊടുക്കണം. എന്നാലേ അത് ടൈറ്റായിട്ട് നിൽക്കുള്ളൂ, അല്ലെങ്കിൽ ഊരിപ്പോവും. ഒറ്റ കെട്ടുന്ന ഇതുപോലെ ഇങ്ങനെ ഒറ്റ ഇതിൽ വലിച്ചു കഴിഞ്ഞാൽ അത് ഊരിപ്പോവും. അതുപോലെ ഒരു 3 പ്രാവശ്യമെങ്കിലും നമ്മൾ കെട്ടിട്ട് കൊടുക്കുക. ഇതുപോലെ അതുപോലെ വേണ്ട, നമ്മൾ ഫസ്റ്റ് കെട്ടിട്ടതിൻ്റെ ആ ഒരു അതുമ്പോൾ തന്നെ കെട്ട് വരുന്ന രീതിയിൽ ഒരു 3 വട്ടം കെട്ടിട്ട് കൊടുക്കുക. പിന്നെ നമ്മുടെ ത്രെഡ് ഊരിപ്പോവില്ല. അതിന് ശേഷം ത്രെഡിനൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. ത്രെഡ് കട്ട് ചെയ്യുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് ഉരുക്കി കൊടുക്കാം അതിൻ്റെ തുമ്പ്. അപ്പം അങ്ങനെ ചെയ്തില്ലെങ്കിൽ ഊരിപ്പോവൊന്നുമില്ല. ബാലൻസുള്ള ത്രെഡൊക്കെ നന്നായിട്ട് കട്ട് ചെയ്ത് കളയാം. അപ്പോൾ ഇനി നമുക്ക് അടുത്ത മാല ഇതുപോലെ തന്നെ കളർ ബീഡ് ഇട്ടിട്ട് ചെയ്യുന്നതാണ്. അത് വേറൊരു മോഡലിലാണ് ഞാൻ ചെയ്തത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഞാൻ ഒരുപാട് വീഡിയോസ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ മേക്കിംഗ് വീഡിയോസ്, ജ്വല്ലറി മേക്കിങ്ങും ഹെയർ ആക്സസറീസിൻ്റെ ഒക്കെ വെറൈറ്റി മോഡലുകളൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർ ചാനലിലൊന്ന് കയറി നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും.
ഇനി ഇത് അടുത്ത മാല നമ്മൾ ക്രിസ്റ്റൽ ബീഡാണ്. നമ്മൾ നേരത്തെ ഷുഗർ ബീഡ് ഇട്ട് കൊടുത്തതിന് പകരം ഇവിടെ ക്രിസ്റ്റൽ ബീഡാണ് ഇട്ട് കൊടുക്കുന്നത്. ഒരു 12 എണ്ണം ഇട്ട് കൊടുക്കുന്നുണ്ട്. ആദ്യം ഞാൻ 10 എണ്ണം ഇട്ടപ്പോൾ ലെങ്ത്ത് കുറച്ച് കുറവ് പോലെ തോന്നി. അപ്പോൾ വീണ്ടും ഒരു 2 എണ്ണം കൂടി ആഡ് ചെയ്തു. അതിന് ശേഷം ഈ ഒരു കളർ ബീഡുകൾ നമ്മൾ ഇതേ രീതിയിലൊന്ന് കോർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഒരു കളർ ബീഡ്, അതിൻ്റെ ഇടയിൽ ഒരു ക്രിസ്റ്റൽ ബീഡ്, ആ രീതിയിൽ. അപ്പോൾ നമ്മൾ ഒരു സ്ഥലത്ത് ഏത് രീതിയിലാണോ കളർ ബീഡ് കോർത്തിരിക്കുന്നത് അതേ പാറ്റേണിൽ തന്നെ അപ്പുറത്തെ സ്ഥലത്തും കോർത്ത് കൊടുക്കണം. കളറുകൾ എങ്ങനെ അറേഞ്ച് ചെയ്യണം എന്നുള്ളതൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് ചെയ്യാം. പക്ഷേ ഫസ്റ്റ് എങ്ങനെയാണോ ചെയ്തത് അതേ രീതിയിൽ തന്നെ ഓപ്പോസിറ്റ് സൈഡിലും ചെയ്യണം എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ കളർ ബീഡുകളൊക്കെ കോർത്ത് കഴിയുമ്പോൾ പിന്നെ നമ്മൾ സെൻറ്ററിൽ കോർക്കുന്നത് ആ വൈറ്റ് ബീഡാണ്. അതിൻ്റെ ഇടയിൽ ഞാൻ ക്രിസ്റ്റൽ ബീഡ് ഇടുന്നില്ല. അതിട്ട് കഴിഞ്ഞാൽ അതിനൊരു ഭംഗിയില്ല, ക്രിസ്റ്റൽ ബീഡ് ആ വൈറ്റിൻ്റെ ഇടയിൽ വരുമ്പോൾ. അപ്പോൾ അത് ഇടുന്നില്ല. ജസ്റ്റ് 6 ബീഡ് സെൻറ്ററിലൊന്ന് കോർത്ത് കൊടുക്കുകയാണ്. അതിനുശേഷം നമ്മൾ ഫസ്റ്റിൽ ചെയ്ത ബീഡിനെ ഒന്ന് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ വീഡിയോ ഞാൻ കുറച്ച് ലെങ്ത്ത് കൂട്ടിയിട്ടത് എന്താണെന്ന് വെച്ചാൽ ഇതൊക്കെ വേഗം നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവുന്നതാണ്. അപ്പോൾ ചെയ്ത ആ ഒരു ഐറ്റം നിങ്ങളെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതുപോലെയൊക്കെ ബീഡ്സൊക്കെ വാങ്ങിച്ച് എല്ലാവർക്കും ചെയ്ത് കഴിഞ്ഞാൽ വീട്ടിലിരുന്ന് ചെറിയ വരുമാനമൊക്കെ കണ്ടെത്താൻ പറ്റുന്നതാണ്. ഷോപ്പുകളിലേക്കൊക്കെ നമുക്ക് ഇതുപോലെ മാലകളൊക്കെ ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ സെയിൽ ചെയ്യാൻ താല്പര്യമില്ലാത്തവർക്ക് മക്കൾക്ക് വീട്ടിലിരുന്ന് ചെയ്ത് കൊടുക്കാമല്ലോ. ഇതേപോലെ ചെറിയ ചെറിയ കിറ്റുകൾക്കൊന്നും റേറ്റ് വരുന്നില്ല. നമ്മളൊരു മാല മേടിക്കണമെങ്കിൽ എങ്ങനെയായാലും 40-45 രൂപ വരും. അപ്പോൾ അതിന് നമ്മളൊരു കിറ്റ് വാങ്ങിച്ചാൽ നമുക്ക് 3-4 മാല ചെയ്യാം. അപ്പോൾ അതാണല്ലോ ലാഭം. അങ്ങനെയും ചെയ്യാം. അപ്പോൾ സെയിൽ ചെയ്യണമെന്നൊന്നുമില്ല. നമുക്ക് മക്കൾക്ക് ചെയ്ത് കൊടുക്കാനായാലും ഇതുപോലെ എടുത്ത് ചെയ്യാൻ പറ്റും. അപ്പോൾ അതാ 2 മാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒപ്പം ചെയ്ത മാലയുടെയും ബ്രേസ്ലെറ്റിൻ്റെയും ഹെയർ ബാൻഡിൻ്റെയും ഒക്കെ വീഡിയോസ് നിങ്ങൾക്ക് കിട്ടാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്ത് വെക്കുക. എങ്കിലേ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പോൾ ഇനി ഒരു പുതിയ വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം.